ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, 2 കിലോ ചിക്കൻ ഉണ്ട്, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ തൈര് ഒരു 4 സ്പൂണ് തൈര്, ഇഞ്ചിയും വെള്ളുള്ളി അരച്ചത് 2 സ്പൂണ്, പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീര്, മല്ലിയില, പുതിന ഇല, പിന്നെ ഇത് ചിക്കൻ മസാലയുടെ ഒരു 1.5 സ്പൂണ്, ഇത് ഗരം മസാല. ഇതൊക്കെ കൂടി നമ്മൾ പുരട്ടി വയ്ക്കാൻ പോവാണ്, വറക്കാനുള്ളതാണ്. അപ്പം നമ്മളിത് പുരട്ടി കഴിഞ്ഞു. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഉപ്പ് പിടിക്കാനും മുളക് എല്ലാം പിടിക്കാനായിട്ട് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കണ്ട അടുപ്പിൽ തീ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസുമ്മ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം ചൂടായി ഒന്നും പെട്ടെന്ന് കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ചേക്കാണ്. നെയ്യ് ഒഴിക്കാം. നെയ്യാണ് കേട്ടോ അത്. നെയ്യിൽ വെളിച്ചെണ്ണയിലും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അത് നമ്മുടെ കളറായി വരുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയിട്ട് നമുക്ക് മുന്തിരി ഇടാം. പിന്നെ ഇത്തിരി ഓവറായിട്ട് ഇന്നിത്തിരി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ 1 കിലോനോ അങ്ങാനും ഉണ്ടാക്കുന്നതല്ലാതെ ഇത്ര അധികം ഉണ്ടാക്കാറില്ല. അപ്പം ഇന്ന് ഞാനിത് ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി നോക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 പേർക്ക് കഴിക്കാനായിട്ട് ഉള്ളത് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് കോരാം. പിന്നെ ഒരു കാര്യമുള്ളതുണ്ടല്ലോ, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് കഴിയുമ്പോണ്ടല്ലോ, വറുത്ത് കോരിയിട്ട് അതൊന്ന് തണുക്കാൻ കാത്തിരിക്കും. അതിനുണ്ടല്ലേ, അതിനെ കുറച്ച് ഞാൻ തിന്നും. കാരണം എന്താണെന്ന് അറിയാം, നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ തിന്നണതല്ലല്ലോ, നെയ്യിലും വെളിച്ചെണ്ണയിലും പൊരിച്ചതായിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് എന്താ, ഞാൻ വറക്കുമ്പോൾ കുറച്ചധികം വറക്കും. എന്നാലാ കുറച്ചെങ്കിലും ബിരിയാണിയിൽ ഇടാനുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത് വറുത്ത് പോരുമ്പോൾ തന്നെ 2 എണ്ണം അടിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അതേ മുന്തിരി കണ്ട കളറാക്കിയത് ബ്രൗൺ കളറാവണം. മാതിരി അണ്ടിപ്പരിപ്പ് വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓണിയോൺ എന്ന് വെച്ചാൽ സബോള വറുക്കാൻ പോവാം. വറുത്ത് കോഴിയിട്ട് ചോറിന് മീതെ ഇടാനുള്ളതാണ് കേട്ടോ. വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ വറക്കാൻ. ഇതിൽ തന്നെ വറക്കാം. ഇത് വറുത്ത് കോരി കഴിഞ്ഞു നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ വറക്കണം. സബോള അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കോരിയെടുക്കാം. പെട്ടെന്ന് കളറാവും. അത് കാരണം കൊണ്ട് വേഗം നമ്മൾ
അത് കോരിയെടുക്കാം. അപ്പം നമുക്ക് ചിക്കൻ വറുക്കാനിടാം. എല്ലാം വറുത്ത് കോരിയില്ല, ചിക്കൻ പൊരിച്ചെടുക്കാം. അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപ്പും മുളകൊക്കെ പിടിച്ചതിന് ശേഷം വേണം അത് വറുക്കാനായിട്ട്. എങ്കിലേ എല്ലാം ഭക്ഷണത്തിൽ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചാൽ അത് മീനായാലും ഇറച്ചിയായാലും നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം പരട്ടി വെച്ചാൽ വേഗം ഉപ്പും മുളകൊക്കെ പിടിക്കും. അപ്പോൾ ഇതെവിടെ ഇരുന്ന് മൊരിയൊക്കെ നമുക്ക് ഇത് കണ്ടോ, വറുത്ത് കോരിയത് ഉള്ളി കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ബ്രൗൺ കളറായിട്ട് ഇരിക്കുന്നുണ്ടോ? ബ്രൗൺ കളറാവണം. അപ്പോൾ പിന്നെ ഇതെന്താണെന്ന് അറിയോ? ഇത് തക്കാളി ഇത് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ പൊളിഞ്ഞു പോരുമ്പോൾ തൊലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുക. അപ്പോൾ ഇത് തക്കാളിയാണ്. തക്കാളി ഇതേപോലെ ഇങ്ങനെ പുഴുങ്ങി വരുമ്പോൾ ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോരും. കണ്ടോ? ഇങ്ങനെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുക. ഇനി ഇത്രയും വെളിച്ചെണ്ണയുണ്ട്, അതിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചിയും വെള്ളുള്ളിയുടെ പേസ്റ്റ് ഇടണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകും സവോളയും ഇടണം. ഇട്ടിട്ട് വഴറ്റുക. അപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള മസാലയുടെ ഇതാണ് റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഇനി ഇതിൽ മസാല ഇടാം. മസാല എന്ന് പറഞ്ഞാൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി അടിച്ചു വെച്ചേക്കണത് ഒഴിക്കാം. തക്കാളി പുഴുങ്ങി തൊലി കളഞ്ഞ് കൊത്തി അരിഞ്ഞാലും മതി കേട്ടോ. ഞാനൊന്ന് അടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കൊത്തി അരിഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊലി കഴിഞ്ഞ് കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞു കൊടുത്താലും മതി. തക്കാളി ഒഴിച്ചു. ഇനി തക്കാളി ഒഴിച്ചിട്ട് നന്നായിട്ട് റെഡിയായിട്ട് ഒന്ന് ഇതായിട്ട് വരുമ്പോൾ തക്കാളി ഇതൊക്കെ പാടെ കൂടി ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വച്ചിരിക്കണ ചിക്കൻ ഇടണം. അതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ 2 സ്പൂണ് തൈരും കൂടെ ഒഴിക്കാം അതിൽ. ഓക്കെ. ഇനി ഈ ചിക്കൻ അതിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞു. കാരണം ചിക്കൻ വറുത്തു,
മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. അത് വറുത്തു കോരി പിന്നെ കണ്ടോ ഇനി ഇതിലേക്ക് ഇടുന്നിട്ട് ഇതിനോട് റെഡി ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരി ചോറ് വയ്ക്കാൻ നോക്കാം. റൈസ് കണ്ടോ ചെറിയ മണിയ ജീരക റൈസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കേട്ടോ. റൈസ് നമ്മുടെ മസാല തിളച്ചുകൊണ്ടിരിക്കുന്ന ആ അടുപ്പത്ത് വെള്ളം വെച്ചേക്കണം അരിക്കായിട്ട്. അപ്പോൾ നമുക്കത് ബിരിയാണി ലീഫ്, കറുവാപ്പട്ട, കരയാമ്പൂവ്, ഏലക്ക എല്ലാം നമ്മൾ വെള്ളത്തിലിട്ടത്, കുരുമുളക് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ കണ്ടോ വെളിച്ചെണ്ണ ഇതിൽ ആ കറിയുടെ എണ്ണ ഇത്തിരി അടിയിൽ ഒഴിച്ചിട്ട് പിന്നെ പുതിനയിലയും മല്ലിയിലയും ഇട്ടിട്ട് പിന്നെ ഇത്തിരി ഇത് ഇട്ടു സബോള വഴറ്റിയത് വഴറ്റിയതെന്ന് പറഞ്ഞാൽ വറുത്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചോറിട്ട് ഇതാക്കാം. ഇത് ഒറ്റയ്ക്ക് ഇടുന്നതുകൊണ്ടാണ് കുഴപ്പമില്ല, ഒന്നും ശരിക്കൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ നരപ്പ് ഇട്ടിട്ട്